നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ റിയാലിറ്റി ഷോയിലൂടെയും ജനങ്ങൾ മലയാളികളടക്കം നെഞ്ചിലെത്തിയ പേളിമാണിനെ കുറിച്ചിട്ടാണ്. പേളിമാണി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അവിടെ ഈ സമരം നടത്തുന്ന പിള്ളേർക്കെതിരായിട്ട്. ഓക്കെ, എന്താണ് ഈ സമരം നടത്തുന്ന പിള്ളേരും പേളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പേളിമാണിയും സമരം നടത്തുന്ന പിള്ളേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേളിമാണിക്ക് പൈസ ഉണ്ട്, ഫെയിം ഉണ്ട്, എല്ലാതും ഉണ്ട്. പേളിമാണി സാമ്പത്തിക എല്ലാ ഭദ്രതയുള്ള ആളാണ് പേളിമാണി. ഓക്കെ, അവിടെ സമരം ചെയ്യണ പിള്ളേർ അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവർ. ഓക്കെ, അവർക്ക് കടം മേടിച്ചിട്ടും ആധാരം വെച്ചിട്ടും പഠിക്കണ ഒരേ കുട്ടികളാണ് അവരെല്ലാവരെയാണ് ഈ പേളിമാണി. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എല്ലാവരും അവർക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക, നല്ല സപ്പോർട്ടാണ് നൽകിയത്. പക്ഷേ ഈ ലേഡി മാത്രം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. എല്ലാവരും മലയാളികളെ മൊത്തം നാണം കെടുത്തുന്ന രീതിയിൽ, ഈ ഇൻഫ്ലുവൻസിൻ്റെ ആരും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എടുത്തത്. വളരെ മോശം. പേളിമാണി പൈസയും കാര്യങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ്? ഈ സോഷ്യൽ മീഡിയയിലൂടെ, ഈ റിയാലിറ്റി ഷോയിലൂടെ തന്നെയല്ലേ. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ഇനി കേരളത്തിൽ ആരും നിങ്ങളെ ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ കയ്യിരിപ്പ് എന്തായാലും മനസ്സിലായി ജനങ്ങൾക്ക്. ഇനി മേലാലെങ്കിലും ഈ ജായി പ്രവൃത്തി ഉണ്ടാക്കല്ലേ. മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാക്കുന്നത് ഈ ജായിലുള്ള പ്രവൃത്തി ഉണ്ടാക്കല്ലേ. ഓക്കെ, ഇതിന് എന്താ, ഈ ഒരു സമരത്തിനെ സാധൂകരിച്ച് ചെയ്ത് വളരെ തെറ്റാണ്. ഒന്ന് ചിന്തിക്കുക, ഈ ജനങ്ങളായാലും ഒന്ന് ചിന്തിക്കുക. ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണതിൻ്റെ പകരം ഇങ്ങനെ എതിര് പറഞ്ഞവരൊക്കെ പരമാവധി അവരെ അക്കൗണ്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അൺഫോളോ ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക. അതന്നെ ശരിയാവുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയാണ് ഈ വ്യക്തി പേളിമാണി ഇത്ര പൈസ ഉണ്ടാക്കിയത്. എല്ലാ